ഒന്നുമില്ല, നല്ല പയ്യനാണ്, പ്രശ്നമൊന്നുമില്ല. നീ എന്നാലും ഇവൻ പറയുന്നുണ്ട് ഇന്നത്തെ കാലത്തെ ആൾക്കാരാണ് സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇല്ല, വളരെ അടുത്ത ക്ലോസ് ഫ്രണ്ട്സാണ് ഞങ്ങൾ. അവനോടാണ് ഫുൾ ടൈം ഇവിടെ കറക്കം എല്ലാം ആ പയ്യൻ്റെ കൂടെ. അപ്പോൾ ഇവനും കുറച്ച് കഴിയുമ്പോൾ ഇവന് സ്വാഭാവികമായിട്ടും ഭർത്താവ് വരണമല്ലോ, അവന് ദേഷ്യം വന്നു. അവൻ പറഞ്ഞു നീ ഇത് ശരിയല്ല, ഇന്നത്തെ കാലത്തെ ആൾക്കാരുടെ സ്വഭാവം എന്തുവാന്നുള്ളത് പറയാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ഇവനോടുള്ള സംസാരം ഇവൾ വളരെയധികം കുറച്ചു. ഇവിടെ വീട്ടുകാരോട് പോലുള്ള സംസാരം ഇവൾ വളരെയധികം കുറച്ച് നിൽക്കുകയാണ്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ പബ്ലിക്കായിട്ട് തന്നെ ആ പയ്യനോടുള്ള ഫോട്ടോയും ആ പയ്യനോട് കറങ്ങുന്ന കാര്യങ്ങളും ആ പയ്യനോടുള്ള റീൽസും എല്ലാം ഇടാൻ തുടങ്ങി. അപ്പോൾ ഇവൻ പറയുന്നുണ്ട് ഇവർക്ക് രണ്ട് കുട്ടികൾ, അതിൻ്റെ ഇടയ്ക്ക് ഒരു കുഞ്ഞുണ്ടായി. ഈ 2 കുഞ്ഞുണ്ടെന്ന് പറഞ്ഞാൽ പോലും ഈ പെൺകുട്ടി ആ കുട്ടികളുടെ ഫോട്ടോയോ ഒന്നും ഇടത്തില്ല. എല്ലാം എപ്പോഴും ആ പയ്യൻ്റെ കൂടെയാണ് ഫോട്ടോസാണ് ഇടുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നാട്ടുകാർ തമ്മിൽ സംസാരമായി തുടങ്ങി. ഇവൾ ചിലപ്പോൾ വെക്കേഷൻ ഉണ്ടെങ്കിൽ ഇവൾ വീട്ടിലേക്ക് വരാതെയായി. ഈ പയ്യനോട് കറക്കമാണ്. അപ്പോൾ ചോദിക്കുമ്പം പറയുന്നത് എനിക്ക് ആര് ചോദിച്ചാലും പറയുന്നത് എനിക്ക് എൻ്റെ സ്വന്തം സഹോദരനെ പോലെയാണ്. അവൻ പറയുന്നത് സ്വന്തം സഹോദരിയെ പോലെയാണ്. ഇങ്ങനത്തെ പോകുന്ന ആൾക്കാരെല്ലാം എടുക്കുന്ന ഒരു സ്ഥിരം നമ്പറാണ് എൻ്റെ ഒരു അറിവിൽ സഹോദരനാണ്, അല്ല സഹോദരിയാണ്. പിന്നെ ഒന്നും പ്രശ്നമില്ലല്ലോ. സഹോദരനും സഹോദരിയാണ്, ജനിക്കാതെ പോയ സഹോദരനാണ്, ജനിക്കാതെ പോയ സഹോദരിയാണ്. ഇതാണ് സ്ഥിരം ഡയലോഗ്. എനിവേ ഈ പയ്യൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ആകപ്പാടെ ഇപ്പം മാനസികമായി വളരെ ബുദ്ധിമുട്ടില്ല. വളരെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇവൻ പറഞ്ഞിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ അവൾ കേൾക്കില്ല. നാട്ടിലെ 2 മണിക്കും 3 മണിക്കും ഒക്കെ വിളിച്ചാൽ പോലും ഇവൾ ഓൺലൈനിലുണ്ട്. എന്ത് വെച്ചാൽ ഈ പയ്യനുമായിട്ട് സംസാരമാണ്. ഈ പയ്യനെ കോളേജിൽ വെച്ച് കാണുന്നില്ലേ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവരോട് അവിടെ വെച്ച് പറഞ്ഞാൽ പോലും ഇല്ലില്ല ഞങ്ങളിങ്ങനെ സംസാരിക്കുന്നതാണ്. അപ്പോൾ അവൾ പറയുന്നത് അവൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു റിലാക്സേഷൻ കിട്ടുന്നത് ഈ പയ്യനോട് സംസാരിക്കുമ്പോഴാണ്. എന്നാൽ നിങ്ങൾ തമ്മിലൊരു മറ്റ് ബന്ധമുണ്ടോ വെച്ചാൽ ഇല്ല, എൻ്റെ സ്വന്തം സഹോദരനാണെന്നാണ് ഇവൾ പറയുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഈ പയ്യൻ ഇതാണ് എൻ്റെ അടുത്ത് വിഷമം പറഞ്ഞിട്ട് എന്ത് വേണമെന്ന് എനിക്കറിയത്തില്ല, ജോലി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, കുഞ്ഞുങ്ങൾ നാട്ടിൽ കിടക്കുന്നു, അച്ഛനും അമ്മയും നാട്ടിൽ കിടക്കുന്നു, എനിക്ക് സാമ്പത്തികമായിട്ട് കുറേ പ്രശ്നങ്ങളുണ്ട്, ഇല്ലാതെ ഞാനങ്ങ് ഇതെല്ലാം ഇട്ടറിഞ്ഞിട്ട് നാട്ടിൽ പോയനുമായിരുന്നു. ശരിയാണ്, ഒരു പ്രവാസി എന്ന നിലയിൽ എനിക്ക് അവൻ്റെ വിഷമം മനസ്സിലാക്കാം. ക്യാമ്പിൽ കഴിയുന്ന ഒരുത്തന്നെ എന്ത് ആശ്വാസം ഉണ്ടാകാനാണ്. 12 മണിക്കൂർ ഡ്യൂട്ടിയും 2-3 മണിക്കൂർ ചിലപ്പം ട്രാവലിങ്ങും കാണും. ഇതെല്ലാം കഴിഞ്ഞ് ഈ പറയുന്ന ജോലിയൊക്കെ ചെയ്ത് ഈ പറയുന്ന ചൂടത്ത് കിടന്നിട്ട് പിന്നെ റൂമിൽ വന്ന് ഇരിക്കുമ്പോൾ അവനുണ്ടാകുന്നൊരു മാനസികാവസ്ഥ, സ്വന്തം ഭാര്യയെ വിളിക്കുമ്പോൾ വേറൊരുത്തരോട് അവൾ സംസാരിച്ചുകൊണ്ടിരിക്കുക, അല്ലെ അവനുമായിട്ട് കറങ്ങി നടക്കുകയാണ് എന്ന് പറയുമ്പോൾ ഇവനൊരു പക്ഷേ കുടുംബജീവിതം പ്രശ്നം ഉണ്ടാകണ്ടെന്ന് കരുതിയാണ് പലപ്പോഴും ഇവൻ ക്ഷമിക്കുന്നത്. ഞാൻ പിന്നെ നിൻ്റെ ഭാഗത്ത് ആദ്യത്തെ തെറ്റതാണ്, നീ ആദ്യമേ ഇത് സമ്മതിച്ചു കൊടുത്തതാണ് ഇതിൻ്റെ ഭാഗത്ത് തെറ്റെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു ഇതിലെന്ത് സൊല്യൂഷൻ വെച്ച് കഴിഞ്ഞാൽ പ്രത്യേക സൊല്യൂഷൻ ഒന്നുമില്ല. അവനിപ്പം ഇവിടുന്ന് വിട്ടുപോയി നാട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല, ഒത്തിരി കടവൊക്കെ ഉണ്ട്, കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ. ഞാൻ നീ ശക്തമായിട്ട് പ്രാർത്ഥിക്ക്, ആ പയ്യന് എത്രയും പെട്ടെന്നൊരു വിവാഹം കഴിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവാൻ പ്രാർത്ഥിക്കാൻ. കാരണം